ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു വെറൈറ്റി സമ്മർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ് കേട്ടത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 2 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ്സിനുള്ള ഡ്രിങ്കാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കാം. നന്നായിട്ട് അലിയിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. വല്ല അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ് കേട്ടോ നല്ലോണം ഒന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ശർക്കര പാനിയിലോട്ട് ഒരു ചെറിയൊരു പിടിയോളം പുതിന ഇലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല തന്നെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏലക്ക ചേർക്കണില്ല. ഇനി ഇതൊരു ബ്ലെൻഡറിൻ്റെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഒന്ന് ചേർത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതേ വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ലെമൺ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ലെമൺ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കണുണ്ട്. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് സബ്ജാ സീഡ് കുതിർത്തതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കണില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഡ്രിങ്കാണ് കേട്ടത്. നമ്മൾ സാധാരണ ഇതുപോലുള്ള ഡ്രിങ്കൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പഞ്ചസാരയൊക്കെ അല്ലേ ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.